വടക്കേ മലബാറിന്റെ കണ്ട ദൈവമാണ് മുത്തപ്പൻ. അതേ മുത്തപ്പൻ ഒരു കുട്ടിക്ക് മുന്നിൽ കണ്ണീരണിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിറയെ. കുഞ്ഞു ചിത്രകാരൻ നവദേവും നവദേവിന് ചായ പെൻസിൽ വാങ്ങാൻ പണം കൊടുക്കുന്ന മുത്തപ്പൻ വെള്ളാട്ടവും തമ്മിലുള്ള വീഡിയോ ഇനിയും കാണാത്തവർക്കായാണ് അടുത്ത വാർത്ത. വരച്ചു തീർത്ത ചിത്രത്തിന്റെ മികവ് തികയാതെ പോകുമോ എന്നായിരുന്നു കുഞ്ഞു നവദേവിന്റെ ആശങ്ക. അതുകൊണ്ടാവണം ആരും കാണാതെ അവനത് പോക്കറ്റിനുള്ളിൽ ഒളിച്ചു വെച്ചു. പക്ഷേ എല്ലാം കാണുന്ന മുത്തപ്പൻ അത് കണ്ടു. വരച്ചു കുഞ്ഞു ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ ചിത്രം മുത്തപ്പൻ പുറത്തെടുത്തു. അങ്ങനെ മറച്ചു വെച്ചാൽ ഞാൻ അങ്ങനെ കാണാതെ പോവാ. അവനവനാവും പോലെയല്ലേ ഈ പ്രായത്തില് ഇത്രയെങ്കിലും എന്റെ മനസ്സിൽ ഉള്ളിലുണ്ടല്ല. നിങ്ങൾക്കാവോ എങ്ങനെ വരയ്ക്കാൻ? നിത്യം എന്നെ കൊണ്ടു നടക്കുന്നവരില്ലെന്ന് ഉള്ളിലുള്ളത് പകർത്താൻ എന്ത് വേണം? ദൈവികമായൊരു കഴിവ് വേണം. അത് ജന്മസിദ്ധമായിട്ടേ കിട്ടും അല്ലേ? പണം കൊടുത്ത കഴിവ് കിട്ടും. ഉള്ളിലുള്ളത് ഒരു പ്രതലത്തിലേക്ക് പകർത്തണമെങ്കിൽ ഉള്ളിൽ അത്രമാത്രം ഇവൻ എന്നെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് തന്നെ. 2 ദിവസം മുന്നേ കണ്ണൂർ പുത്തൂർ നാറോത്തുമുണ്ടിയ ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിൽ കെട്ടിയാടിയ മുത്തപ്പൻ വെള്ളാട്ടത്തിനിടെയായിരുന്നു മനസ്സ് നിറയ്ക്കുന്ന ഈ നിമിഷങ്ങൾ. അടുത്ത വീട്ടിൽ മുത്തപ്പൻ വെള്ളാട്ടമുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് നവദേവ് മുത്തപ്പന്റെ ചിത്രം ക്രയോൺ കൊണ്ട് വരച്ചത്. ശേഷം അമ്മുമ്മ ഓമനയോടൊപ്പം മുത്തപ്പനെ കാണാനെത്തി. വെള്ളച്ചാലിലെ സനീഷ് പെരുവണ്ണാനായിരുന്നു കോലധാരി. ഇത്രയും മൂല്യമുള്ളതിന് പകരം തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്ന് നിസ്സഹായനായി മുത്തപ്പൻ. ഇത്രയും മൂല്യമുള്ളതിന് പകരം തരാമെന്ന് എന്റെ കയ്യിൽ ഇല്ലാന്ന് ഞാൻ പറഞ്ഞു വരും കേട്ടോ. ഇത് ഞാൻ സൂക്ഷിക്കണം, അല്ല നീ സൂക്ഷിക്കുന്ന? നീ എന്നെ സൂക്ഷിക്കട്ടെ കേട്ടാ. ഞാൻ സൂക്ഷിച്ചാൽ അത് പാഴായി കേട്ടോ. അച്ഛനെ, അധ്യാപകനെ, രക്ഷിതാവിനെ പോലെ മുത്തപ്പൻ അവനെ ചേർത്തു നിർത്തി. കുഞ്ഞു നവദേവിന്റെ കണ്ണു നിറഞ്ഞു, കരഞ്ഞു. കണ്ടു നിന്നവരുമതെ. മുത്തപ്പനും ഒന്നിടറി. കൃത്യമായ അളവിൽ കൃത്യമായ സ്ഥാനത്ത് നല്ലത് കേൾക്കുമ്പോ കരയൂലേ? അല്ലേ? വലിയ സമ്മാനം കിട്ടിയാൽ ആദ്യം സങ്കടപ്പെടില്ലേ ചെയ്യല്? അല്ലേ? അതുപോലെ ഒടുവിൽ വരയ്ക്കാൻ നിറമുണ്ടോ നിന്റെ കയ്യിലെന്ന് ചോദ്യം. ശേഷം ദക്ഷിണയായി കിട്ടിയ പണം മുത്തപ്പൻ കുഞ്ഞു ചിത്രകാരന്റെ കീശയിൽ വെച്ചു കൊടുത്തു. ഇതുപോലെ വരക്കാൻ നിറമുണ്ടോ കയ്യിലിനി? ഇതുപോലെ വരക്കാൻ നിറമുണ്ടോ? നാളെ വരക്കാനുള്ളത് വാങ്ങി വെക്കണം കേട്ടാ. വാങ്ങുക, അല്ല മധുരം വാങ്ങുക. മധുരം വാങ്ങാലും സാധിക്കും കേട്ടോ. എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സ് നിറഞ്ഞാൽ മതി. ഇത് നീ എന്നെ സൂക്ഷിച്ചു വെക്കണേ. മനസ്സിൽ അത്രമാത്രം മുത്തപ്പനോട് ഒരു ബന്ധമുള്ള മക്കളല്ലേ? ദൈവത്തിന്റെ പേരിൽ കലാപങ്ങൾ തുടരുന്ന നമ്മുടെ കാലത്ത് കരുണയുടെ കടലാകുന്ന അൻപിന്റെ പ്രകാശഗോപുരമായ ഒരു കാലത്തും നിന്നെ കരയാൻ വിടില്ലെന്ന് അനുഗ്രഹിക്കുന്ന മണ്ണിൽ ചവിട്ടി നിന്ന് മനുഷ്യരുടെ ഭാഷയിൽ മിണ്ടുന്ന മലയാളക്കരയുടെ ദൈവം മുത്തപ്പനെയും നവദേവിനെയും മതഭേദങ്ങൾക്കപ്പുറം ആയിരക്കണക്കിന് മലയാളികൾ പങ്കിട്ടുകൊണ്ടിരിക്കെ നമുക്ക് സന്തോഷിക്കാം, നമ്മളെ തന്നെ ഓർത്ത്. ന്യൂസ് മലയാളം, കണ്ണൂർ.